പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ മാസം 13-ാം തീയതി വെള്ളിയാഴ്ചയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇവിടെ നമ്മൾ ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ അങ്ങ് കനിവോടെ തെക്കൺ പാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അനേകം മക്കൾ അനേകം ഭൂഖണ്ഡങ്ങളിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദിച്ചുയരുന്ന പ്രഭാതത്തിലെ എങ്ങനെയാണ് ഇരുട്ട് നീങ്ങി പോണത് പോലെ കർത്താവ് പ്രാർത്ഥനയുടെ ശക്തിയാൽ മക്കളുടെ മനസ്സിലുള്ള ഇരുട്ട്, പല സങ്കടങ്ങളുടെ ഇരുട്ട്, രോഗങ്ങളുടെ ഇരുട്ട്, നിരാശയുടെ ഇരുട്ട് കർത്താവ് നീങ്ങിപ്പോയി പൂർണ്ണമായ അനുഗ്രഹത്തിൻ്റെ സൂര്യപ്രകാശത്തെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ കുളിച്ചു നിൽക്കട്ടെ. കർത്താവിൻ്റെ ചൈതന്യം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് എല്ലാ മക്കളുടെയും നെറ്റിയിൽ നീ കുരിശു വരക്കണമേ. ഈശോയെ, എല്ലാവരെയും കർത്താവെ നിന്റെ മകനാണ് മകളാണെന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മുദ്ര വെച്ച് വിശ്വാസത്താൽ നിന്റെ മുദ്ര വെച്ച് പോകുന്ന ഓരോ മകനും മകളും അവരിന്ന് ചെന്നെടുത്തുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വക്താക്കളാകാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരിക രോഗപീഡിതരെ കർത്താവ് ഏറ്റെടുക്കണമേ. കടഭാരമുള്ളവരെ ഏറ്റെടുക്കണമേ. കർത്താവ് ജെട്ട് നടപടിയിലേക്ക് വീണുപോയവരെ ഏറ്റെടുക്കണമേ. അവർക്ക് പുതിയ മാർഗങ്ങൾ കർത്താവെ, നിങ്ങൾക്ക് അജ്ഞാതമായ ആഹാരം എനിക്കുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ട് കർത്താവെ,
അതുപോലെ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി നിങ്ങൾക്ക് കൈവശമാക്കുമെന്ന് ജോഷുവയിലൂടെ ദൈവത്തിൻ്റെ വചനം സ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്വന്തം ബുദ്ധിയോ കഴിവോ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ കർത്താവേ, നിൻ്റെ ബുദ്ധിയിൽ നടക്കുന്ന വിഷയത്തിലേക്ക് അവരുടെ മക്കളെ അങ്ങനെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. പല കാര്യങ്ങളും പല വിഷയങ്ങളാകുന്നത് അവർക്ക് കഴിവില്ലാതെ വരുമ്പോഴാണ് ഈശോയെ. അവർക്ക് അതിനുള്ള കഴിവ് പണമോ ഇല്ലാതെ വരുമ്പോഴാണ് ഈശോയെ, ആരോഗ്യമില്ലാതെ വരുമ്പോഴാണ് ഈശോയെ. അപ്പോഴതെല്ലാം കർത്താവ് നിൻ്റെ സ്പേസാണെന്ന് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കർത്താവ്. നിനക്ക് എന്തെല്ലാം ഇല്ലായ്മ വരുന്നോ അതെല്ലാം നിൻ്റെ ഉള്ളായ്മ അവർക്ക് അനുഭവിക്കാനുള്ള സ്പേസാണെന്ന് കർത്താവ് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈശോയെ. നിൻ്റെ അതുപോലെയുള്ള വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങനെ മക്കളുടെ കരുണ തോന്നണം. സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് നീ ചോദിച്ചു. 5:17 യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ സർവ്വാരോഗ്യ പറഞ്ഞു, കർത്താവ് വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോയെ അവനോട് പറഞ്ഞത്, കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടക്കാൻ. ഇല്ലായ്മയുടെ എല്ലാ അവസരങ്ങളിലും കർത്താവെ കൈനീട്ടി തന്നുകൊണ്ട് ഞങ്ങളെ പിടിച്ചു നടത്തുന്നവനെ പത്രോസിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ സർവ്വാരോഗ്യയെ വെള്ളത്തിൻ്റെ അരികിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ കർത്താവെ തളർന്നു കിടക്കുന്ന മനസ്സുകളെ നീ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കുറിച്ചു വെക്കാൻ പറ്റിയ ഓർമ്മക്കല്ലായി മാറാൻ വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവെ നീ കൊടുത്ത അനുഗ്രഹത്താൽ മക്കൾ ഓർത്തിരിക്കുവാൻ വേണ്ടി അവർക്ക് സൗഖ്യമായി സമാധാനമായി അവർക്ക് സന്തോഷമായി കർത്താവെ നിൻ്റെ അടയാളവും സാന്നിധ്യം വ്യക്തമാക്കണമേ. ദൈവത്തിൻ്റെ കരുണയാൽ നീ പോകുന്ന ഇടങ്ങളിൽ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വടിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സാന്നിധ്യവും സൗഖ്യവും വിടുതൽ അനുഭവിക്കാൻ ഇടയാക്കണം. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, നടന്ന് നീ കുരിശിൻ്റെ ചുവട് വരെ എത്തിയതുപോലെ ആ കുരിശിനെപ്പോഴും അതിജീവിച്ചുകൊണ്ട് നീ നിൻ്റെ തിരുക്കുമാരനെ മടിയിലേറ്റിയതുപോലെ അവൻ്റെ ശവക്കല്ലറ അനുദപിച്ചുകൊണ്ട് വീണ്ടും നീ പ്രാർത്ഥനയെ തുടർന്നതുപോലെ പ്രത്യാശയുടെ നീ നിന്റെ സ്വർഗാരോഹണത്തിൽ ഭൂലോകസ്വർഗരാജ്ഞയായി മുടിധരിപ്പിക്കപ്പെട്ട നിന്റെ സുവിശേഷ ജീവിതത്തിൻ്റെ പാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഓരോ അനുഭവവും മരിയൻ അനുഭവമായി മാറാൻ ഞങ്ങളുടെ ഓരോ സാക്ഷ്യവും മരിയൻ സാക്ഷ്യമായി മാറട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ, കുടുംബത്തിൻ്റെ സമാധാന തകർച്ചകൾ, ശരീരത്തിൻ്റെ ആരോഗ്യ തകർച്ചകൾ, ജീവിതത്തിൻ്റെ എല്ലാ വരുമാന തകർച്ചകളുടെ മേലെല്ലാം ദൈവം ഇടപെടട്ടെ. നിന്നെ കുരുക്കിയ, നിന്നെ സങ്കടപ്പെടുത്തിയ, നിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ നിനക്ക് ചിലപ്പോൾ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുൻപും പുറകും നോക്കാതെ നിന്നെ നീയായി നോക്കി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥതയിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 2-3 വചനങ്ങൾ ഒരുമിച്ച് വായിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർമ്മക്കല്ല്. ജോഷുവ നാട്ടിയ ഓർമ്മക്കല്ല്. ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ, പഴയ നിയമത്തെ പുതിയ നിയമത്തുമായിട്ട് കണക്ട് ചെയ്യണത് ഓർമ്മ എന്ന ഒറ്റ വാക്കിലാണ്. ഓർമ്മ. എല്ലായിടത്തും ഇങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി അടയാളങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്. ഇത് മനോഹരമാണെന്നറിയാം, നമുക്ക് കേൾക്കാം. ജോഷുവയുടെ പുസ്തകം 4:22. ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. വാഗ്ദാന നാട് പ്രാപിക്കുക 40 വർഷത്തിന് ശേഷം യാത്രയ്ക്ക് ഒടുവിൽ വാഗ്ദാന നാട് ജോഷുവയും സംഘവും പ്രാപിക്കുമ്പോൾ പറയണ കാര്യങ്ങളാണ്. ഇത് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ആ കല്ലൊരു നാട്ടുകയാണ്. 12 കല്ല് കൊണ്ട് നാട്ടുവരുത്. ആ ഉണങ്ങിയ നിലത്തുനിന്ന് എടുത്ത 12 കല്ലുകൾ 12 ഗോത്രങ്ങളുടെ എന്തോ പ്രതീകമായിട്ട് ഇവർ കരയിൽ നാട്ടും. ഇപ്പം തുടങ്ങിയല്ല ഈ ഓർമ്മ. എന്തെല്ലാം ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഓർമ്മശിലകൾ അവർ നാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓർമ്മശിലകൾ നാട്ടിയാണ് അവർ വാഗ്ദാന നാട് പ്രാപിക്കുന്നത്. നമ്മൾ സ്വർഗീയ ജസയിലേക്ക് യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവണം ദൈവാനുഭവത്തിൻ്റെ ഓർമ്മശിലകൾ. ഞാൻ എൻ്റെ മുറി സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ 4 വയസ്സ് എൻ്റെ അപ്പനുമായിട്ട് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അരികിൽ കൂടി അപ്പൻ നക്ഷത്രങ്ങളെ കാണിച്ച് മിന്നാമിനങ്ങളെ കാണിച്ച് നടത്തുന്ന ഒരു പ്രായമാണത്. അപ്പോഴും ഞാൻ ചെമ്പരത്തിക്കാട്ടിൽ കർത്താവിനെ കണ്ടു. കർത്താവിൻ്റെ തിരുമുഖം, അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ അമ്മ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ മുൾക്കിട പാടുന്ന തിരുമുഖം ചെമ്പരത്തിക്കാട്ടിൽ ഞാൻ നിലാവ് വെളിച്ചത്തിൽ കണ്ടു. അന്നാണ് ഞാൻ ഈശോനെ ആദ്യമായിട്ട് കാണുന്നത്.
അതിനുശേഷമാണ് എനിക്ക് പിന്നീട് വളരുമ്പോൾ ഈശോയുടെ കൂടെ വളരണമെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹവും ദൈവവിളി ഉണ്ടായത്. ദൈവം നമ്മളെ കണ്ട കാര്യം, ദൈവം നമ്മൾ അനുസ്മരിച്ച കാര്യം നമ്മൾ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ ഓർക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ഓർത്തിരിക്കണം. നിങ്ങളുടെ കഴിവായിട്ടും ക്യാമത്തുമായിട്ട് നിങ്ങളെ കെട്ടിയെഴുന്നേൽപ്പിക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ വിട്ടിട്ട് പോകുന്നത്. കാര്യം അതെല്ലാം നിൻ്റെ നോട്ട് ബൈ മിനിറ്റ് കിട്ടിയതാണ്. അതുകൊണ്ട് ഇന്ന് ദൈവവേദന എന്നെ കേൾക്കുന്ന ദൈവവേദന കർത്താവിനെ ഓർക്കാൻ വേണ്ടി ഓർമ്മശിലകൾ നിൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെടണം. ഏതെല്ലാം നിനക്കൊരു അടയാളം ഉണ്ടാണ്, എവിടെ നിന്നെല്ലാം നീ കടന്നു പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ ഓർമ്മകൾ. അതുകൊണ്ട് എന്താ ബൈബിൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്ക് 103 സങ്കീർത്തനം 2 എടുത്തേ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അനുഗ്രഹം മറന്നു പോകുന്നതാണ് നീചത്തരം എന്ന് പറയുന്നത്. പിന്നെ അനുഗ്രഹം കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാര്യം അനുഗ്രഹം മറന്നാൽ നീ ദൈവത്തെ മറക്കും. കാര്യം നീ എന്ന് പറയുന്ന ദൈവാനുഗ്രഹം തന്നെയാണ്. അത് സങ്കീർത്തനം എടുത്ത് 137:5. ജെറുസലേമേ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ വലതു കൈ എന്നെ മറക്കട്ടെ. എന്തൊരു വൈകാരിക തീഷ്ണതയാണ് ഈ ആത്മബന്ധത്തിനുള്ളത്. ആത്മബന്ധം തീഷ്ണമായത് കൊണ്ടാണ് നമ്മൾ ഓർത്തോർത്തിരിക്കുന്നത്. ഞാൻ തകർന്നു പോയൊരു കാലം ഉണ്ടായിരുന്നു 1989. പക്ഷെ അന്ന് എൻ്റെ മുറിയിലോട്ട് ഒരമ്മ വന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാതാവിൻ്റെ രൂപം. ഞാനതെടുത്ത് എൻ്റെ മുറി വെച്ചു. ഇന്ന് നിങ്ങൾ എൻ്റെ മുറി വന്നു കഴിഞ്ഞാൽ ഞാൻ പോയ ഇടവകളിലെല്ലാം അന്ന് മുതലാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ ആക്റ്റീവായിട്ട് എന്നെ സന്ധിച്ച് നിലനിർത്തി പ്രവർത്തിച്ച് അവസാനം പ്രത്യക്ഷപ്പെട്ടത്. അതെൻ്റെ ജീവചരിത്രത്തിൽ ഇതെല്ലാം തെരുവിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ വന്ന വഴികളെല്ലാം അത് ഓർമ്മയായിട്ട് എൻ്റെ മുറിയിൽ ഇന്ന് ഞാൻ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും ആ ലൈറ്റിങ് തെളിഞ്ഞുകൊണ്ട് നിൽക്കും. എന്താണ്? മാതാവിൻ്റെ മുമ്പിൽ. ജൂൺ 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേക്കാണ് വന്നത് 89. ഇന്നിപ്പോൾ 2024 ആവും. ഞാൻ എല്ലാ സമയത്തും എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഓർമ്മയായിട്ട്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഓർമ്മയുടെ ബന്ധമാണ്. നിങ്ങളത് നിയമാവർത്തനം 15:15 എടുത്തേ. നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത്. അതായത് കർത്താവ് പണ്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഓർക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യം ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുമ്പോൾ ടു ദിസ് ഇൻ മെമ്മറി എന്ന് ഇത് നിങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറ്റും. നമുക്ക് കുർബാന പോലും ആ ഓർമ്മയാണ്. കുർബാന കൂടുമ്പോൾ നിങ്ങൾ ആ ഓർമ്മയാണ് ആചരിക്കുന്നത്. അന്നത്തെ സ്നേഹത്തെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുകയാണ്. കർത്താവ് എപ്പോഴും പറയും, നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിക്കുവിൻ, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നമ്മൾ കുർബാന കൂടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുന്നുവെന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് പരിശുദ്ധ